നല്ല കാലാവസ്ഥ. എല്ലാവരും മഴ മാറുന്നതിന് മുന്നേ തന്നെ, മൺസൂൺ മാറുന്നതിന് മുന്നേ തന്നെ മാത്തേരാനിൽ വരിക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാകും. നമ്മുടെ ചക്കരൊക്കെ എന്റെ പല്ലേക്ക് ഇട്ടാ. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് താനെയാണ്. അപ്പൊ താനേക്ക് എത്ര അടിമുള്ള ഒരു വ്യൂ ആട്ടെന്നെങ്കിൽ കാണണം. സൂര്യനൊക്കെ മെല്ലെ ഉദിച്ചു വരണല്ലോ, അപ്പോഴേക്ക് നമ്മൾ എത്തിയിട്ട് അവിടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മൾ മുംബൈയിലേക്ക് എത്തിച്ചേരാനായി. അപ്പം നമ്മുടെ മഥേരാനിലെ യാത്രയിൽ ഡേ 1 അല്ലേ, 1ാമത്തെ ദിവസം. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ മഥേരാനിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ ഏതാ സ്റ്റേഷനിൽ ഇറങ്ങുന്നത്? താന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നെരാലിലേക്കാണ് പോകുന്നത്. നെരാലിൽ നിന്നും ഇവർക്ക് ട്രാവലർ സൗകര്യമുണ്ട്, അങ്കിളോടൊപ്പം. പിന്നെ നമ്മൾ അല്ലാണ്ട് ലോക്കൽ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ നെരാലിലെത്തും. അതാ മത്തേരാനിലെത്തും. അപ്പോൾ മത്തേരാനിലെ എല്ലാ വിശേഷങ്ങളുമായി നമ്മളെ ചെക്കൻ്റെ ബ്ലോഗ്സ് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ രാവിലെ ഉറക്കുകയാണേറ്റോ. നമ്മളിപ്പോൾ ഏകദേശം മഹാരാഷ്ട്രയിലെ മത്തേരാനിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചെക്കൻ ഇവിടെ നിന്ന് രാവിലത്തെ പ്രഭാതങ്ങളിൽ ഏർപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, നമ്മളോട് ഇന്നത്തെ ഇങ്ങനെ അങ്ങോട്ടേക്കുള്ള ബ്ലോഗുകളിലെല്ലാം ഇതാരാണിത്, എന്താണ് ചിരിക്കുന്നത്, എന്താണ് കണ്ടാൽ ഭയങ്കര മനസ്സിലാണ് ഇവർക്ക്. നമ്മൾ ഈ ഒരു യാത്രയിൽ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞോണ്ടല്ല. ഈ യാത്ര നമ്മളെ വന്നിട്ട് എന്തൊക്കെ പഠിച്ചു? ഒന്നും പഠിച്ചില്ല. ഇവന് നമ്മള് യൂര് കളിച്ചാൽ പഠിപ്പിച്ചു, കള്ളരും പോലീസും കളിക്കാൻ പഠിപ്പിച്ചു അല്ലേ? ഏത് ചെക്കൻ പ്രോവായിട്ടുണ്ട്. എനിക്ക് പഠിക്കാൻ കഴിയില്ല. നമുക്ക് 10 മിനിറ്റ് നമുക്ക് താഴെ സ്റ്റേഷനിൽ എത്തും. താഴെ സ്റ്റേഷൻ നമ്മള് ബൈക്ക് ആഴ്ചകളായിട്ട് തുടങ്ങാം. അതെ 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 ഗൈസ്, അപ്പൊ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഹായ് ബൈ. നല്ല തിരക്കുള്ള ചേട്ടാ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന, പക്ഷെ ഇത് വലിയ തിരക്കൊന്നുമില്ല. ടീംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട് നമ്മുടെ ഫ്രണ്ട് ആട്ടാ. ബൈ ബൈ കൊടുക്കണ അവർക്ക്. എടാ, നീ ഇവിടുത്തെ ട്രെയിനിന്റെ തിരക്ക് കണ്ട? ഡെയിലി ഇവരിങ്ങനെ ജോലിക്ക് പോണം. എന്താല്ലേ എല്ലാരും ടാറ്റയില്ലേട്ടാ. എന്താല്ലേ തിരക്ക് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളൊന്ന ട്രെയിനൊക്കെ പോവാണ്. നമ്മുടെ ടീംസ് ഉണ്ട്, അവരുടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടാ. ഇവര് കുറച്ച് കഴിഞ്ഞാൽ പോവും. കുറച്ച് കഴിഞ്ഞാൽ പോവില്ലേ? കൂട്ടം തെറ്റി പോവില്ലേന്ന് ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മുടെ മച്ചാമാരൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങടാ പോണേ? അപ്പൊ ശരി, കാണാം. അടുത്തതല്ലേ കാണാം. ഗൈസ്, ഇതാട്ടെ നമ്മൾ പോണ്ട ട്രെയിന്. കുഴപ്പമില്ല, സീറ്റൊക്കെ ഉണ്ട്. സ്ഥലമുണ്ട്. ഭാഗ്യം. സ്ഥലമുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. എന്തൊക്കെ ഉണ്ടാവണ്. തിരക്ക് വളരെ കുറവാ. നമ്മള് സ്റ്റേഷനിലെത്തി. തിരക്കില്ല. തിരക്ക് എങ്ങണ്ട് എത്തി
ഇറങ്ങി ഇറങ്ങി ജീവനോടൊക്കെയല്ലോ സാധനം കയ്യിലുണ്ടോ? എങ്ങനെയുണ്ടാവും എക്സ്പീരിയൻസ്? അയ്യോ ഇതുപോലെ റിസ്ക് പിടിച്ചൊരു യാത്ര നമ്മൾ ഇറങ്ങാൻ പറ്റുമെന്ന് കരുതിയതല്ല. ടീമുണ്ട് പോരാ ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ അടിപൊളി വ്യൂസ് ഉണ്ട് കേട്ടോ. നേരെ ജംഗ്ഷനിലെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. കണ്ടോ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കിയേ, ഇതെന്തായാലും നിങ്ങൾ കാണണം കേട്ടോ. ബജ്ജി, എല്ലാ ടൈപ്പ് ബജ്ജിയും വടയും പപ്സ് ഉണ്ട്, ബെന്നുണ്ട്. പപ്സിലാട്ടോ, പപ്സിൽ അത് ബെന്നാണ്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയുണ്ട്, സമൂസയൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ മഴ പെയ്യാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് മഴയാണ് മെയിനായിട്ട് വേണ്ടത്. വന്നിറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മഴ കിട്ടിയിട്ടാ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതൊക്കെ കാണുന്ന ഹോട്ടലിലേക്കാണ് കയറണേ. ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ കഴിക്കണേ, എന്തൊക്കെയാ എങ്ങനെയാ സംഭവം എന്നൊക്കെ കാണിച്ചു തരാട്ടാ. നമ്മള് കയറി ചെന്നപ്പോൾ തന്നെ പറക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ കൂട്ടിലിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ AC റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടില്ല പിള്ളേർ കാര്യമായിട്ട് എന്താ നോക്കണ്ട്. കിട്ടിയ ഒരു 15 മിനിറ്റ് നോക്കണേ. കിട്ടിയ എങ്ങനെയുണ്ട്? ചമ്മന്തി പൊടി സൂപ്പർ എന്ന് പറയാൻ പറ്റുള്ളൂ, ഇത് മാത്രമേ കിട്ടുള്ളൂ. ഞങ്ങള് ദോശ പറയല്ലോ. സാമ്പാർ ഗ്രേവി കിട്ടില്ല, കഷ്ണം കിട്ടിയില്ല. സാമ്പാറിൽ പീസില്ല. രോഹിത് ശർമ്മയുടെ വടാപ്പാവ് കഴിച്ചോ? ഞാനും കഴിച്ചില്ല. സത്യം പറ. ശരിക്കും மச்சான் ஃபுட் எப்படி இருக்கு? Food masala pav, vada pav, vada pav is nothing simple masala bonda and bun, nothing much explain. அது மட்டும். ഇതെന്തുവാ? മിസൽ പാവ്. മിസൽ പാവ്. മിസ്റ്റർ പാവ്. മിസ്റ്റർ പാവ്. അയ്യോ തുമ്പ, അയ്യോ നോവും. നീ കഴിക്കണേ? ഞാൻ കഴിക്കില്ല. അയ്യോ എന്റെ തുമ്പ് പിടിച്ചേക്കണേ. പോയിടക്ക ഗൈസ്. ഒരു പ്രത്യേക തരം മാർക്കറ്റ് ആട്ടത്. നോക്കൂ, പല ടൈപ്പുള്ള എന്താ നമ്മുടെ നാട്ടിൽ മറ്റേ എന്തോ ഈ സാധനത്തിനൊക്കെ എന്താ പറയുക, ഈ ഷുഗർകാർക്ക് കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് കൊടുക്കില്ലേ, ആ ഐറ്റം. വെറൈറ്റി മാർക്കറ്റ് എന്ന് വെറുതെ അല്ല പറഞ്ഞേ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചേമ്പിൻ്റെ ഇലയൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ചേമ്പിൻ്റെ അല്ല, നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ആക്കി കളയണ ചേമ്പിൻ്റെ അല്ല. നമ്മുടെ മച്ചൻ വട വയ്ക്കാൻ വേണ്ടി കടയിൽ കയറിയേക്കാണ്. പല ടൈപ്പ് വടകളുണ്ട്. പരിപ്പ് വട ഉണ്ട്, ഉഴുന്ന വട ഉണ്ട്, ഇട്ട് ചട്നിയാണ് ആള് തരുന്നത്. പിന്നെ ഊത്തപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയത് ഇതാണ് സംഭവം. എന്തൊക്കെ പറഞ്ഞാലേ നാട്ടിലത്തെ അത്ര ടേസ്റ്റ് ഉണ്ടെങ്കിൽ കാരണം നമ്മള് മുന്നേ കഴിച്ചു നോക്കിയേ. ഗൈസ്, അപ്പൊ എല്ലാം പെട്ടെന്ന് നടന്നു. നമുക്ക് മദ്ദരാനുള്ള വണ്ടി വാൻ കിട്ടിയാലും നമ്മൾ വാൻ കയറി. അപ്പൊ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഗൈസ്, നമുക്ക് 2 വഴിയാണുള്ളത്. ഒന്നല്ലെങ്കിൽ ബസ്സിൽ പോകാം, അല്ലെങ്കിൽ നമ്മൾ ഈ പോണ പോലെ ഒന്നിന് വേണ്ടിട്ട് പോവാം. ഒരാൾക്ക് 100 രൂപ എന്നുള്ള രീതിക്കാട്ടോ ചാർജ്. ഗൈസ്, അങ്ങനെ നമ്മൾ പോണ റൂട്ട് ഫുള്ള് കോട കയറണമെങ്കിൽ കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിതാ മാത്തേരിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസിന്റെ ഭാഗം വരണേ. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലാവണില്ല. ഇതെന്താ സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഏതാ വണ്ടിയുടെ പൈസ കൊടുക്കാൻ പോവാ.
ഒക്കെ നമ്മുടെ ടീം ആട്ടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. എന്താ കോട ആദ്യമായിട്ടാണ് കാണുന്നത്? അല്ല അല്ലേ, പിന്നെന്താ? അപ്പോൾ നമ്മുടെ മച്ചാന്മാര് ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അത് ടിക്കറ്റ് എടുത്ത് വന്ന നമ്മള് എല്ലാവരും കയറൂട്ടാ. കുറേ പേര് ഫോട്ടോ എടുത്ത് ചാർജ് വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഗാഡപ്പയ്യ ഫോട്ടോ എടുക്കാനുള്ളതാണ്, വെറുതെ ചാർജ് വേസ്റ്റ് ആക്കുന്നുണ്ട്. ഗൈസ്, അപ്പൊ നമ്മൾ കയറാൻ പോവാണ്. എന്തായാലും പറയണ്ട, ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു. അഡൽട്ട് പ്രൈസ് റേഞ്ച് കാണിക്കും. പ്രൈസ് റേഞ്ച് ഒക്കെ കണ്ടിട്ടാ. അഡൽട്ടിന് 50, 25, പിന്നെ ഹിന്ദിയിൽ അതൊക്കെ ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഏജ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വായിച്ചിട്ട് കയറാം എല്ലാവരും. അപ്പൊ നമ്മുടെ ടീംസ് ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ അറേഞ്ച്ഡ് ആണ്. റെയിൻകോട്ട് മസ്റ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ പ്രത്യേകം നമ്മളെ പാക്കേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാട് വിളിക്കുന്നുണ്ട്, പോവാൻ നമുക്ക് പോലെ. ഓക്കെ, അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളെവിടെയാണ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇതിൽ നമ്മളെവിടെയാന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ ഇറങ്ങുന്ന പോയിന്റ് നമ്മൾ നമ്മളെ കാണുന്നില്ല. ഇല്ലെന്ന് മനസ്സിലാക്കണം. ഇത് മെയിൻ പോയിന്റ്, ഇതൊക്കെ മെയിൻ പോയിന്റുകളോ. കണ്ടാ, ഇത് അതർ പോയിന്റ്. ബാക്കി ഇത് റോഡ്, ഇത് റെയിൽവേ. റോഡ് എവിടെ റോഡ്? ഇതിലില്ല. അത് റോഡല്ല, ബ്ലാക്ക് കളറാണ് റോഡ്. ബ്ലാക്ക് ഇല്ല. ആ ലൈനോട് വെച്ചിട്ടാണ് ഈ ബിൽഡിംഗ് പണിത്. നമുക്ക് സമയമില്ല, നമുക്ക് കൊറേ കാണാണ്ട്. വാ, 3 കിലോമീറ്റർ ബാഗൊക്കെ ചുമന്ന നമ്മൾ പൊളിക്കാൻ പോവാ. 3 കിലോമീറ്റർ, വെറും 3 കിലോമീറ്റർ. അയ്യോ, ഈ ചേച്ചിയുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇത്രയും വലിയ ബാഗ്. 1850 എന്താണ് 1850 റായ്ഗഡ് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന മാലറ്റ് എന്ന് പറഞ്ഞ അന്നത്തെ റായ്ഗഡ് ഡിസ്ട്രിക്ട് വേനൽ അവധി ചെലവഴിക്കാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണ് ഈ മാത്തേരാൻ. മാത്തേരാന്റെ മറാത്തി അർത്ഥം എന്ന് പറഞ്ഞാൽ നെറുകയിലെ കാടെന്നാണ്. ഫോറസ്റ്റ് ഇൻ ദ ഫോർഹെഡ്. ഓക്കെ, അപ്പൊ പിന്നെ 1907 ഒരു മറാത്ത സ്വദേശി, അതായത് ഒരു ഇന്ത്യക്കാരനാണ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ പട്ടികയിൽ ഇപ്പോൾ ഇല്ല, എന്നാൽ പോലും മാത്തേരാൻ റെയിൽവേ 20 കിലോമീറ്ററോളം വരുന്ന മാത്തേരാൻ റെയിൽവേ സ്വന്തം പൈസ മുടക്കിയാണ് പുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1907 ഒരു 4 വർഷം മുന്നേ വരെ എൻട്രി ചെയ്യാൻ പോവാണ്. ഏഷ്യയിലെ വാഹന ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ച സ്ഥലമായിരുന്നു ഇതെങ്കിലും ഇപ്പോൾ ഇവിടെ ഇതുണ്ട്. ഏതാ, ഇലക്ട്രിക് ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റസിന് ഒരു മങ്ങലേറ്റിട്ടുണ്ട്. ഓക്കെ, വേണ്ടായിരുന്നു. എന്താ ഉണക്കമുന്തിരി ഈ കാണുന്ന കുതിരപ്പുറത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം. 700 രൂപയും കണ്ടേ ഉള്ളൂ. ഓക്കെ, വേണ്ട, അത് അതിമോഹമല്ലേ. ഗൈസ്, ഇവിടെ ഫുൾ കുതിരയാട്ടോ, നിരന്ന് നിർത്തിക്ക. മഴ പെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും. ഇത് നല്ല സൈസ് കുതിരല്ലേ. ആ, ഇവിടെ വലിയ വലിയ ലഗേജ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് കുതിരനെ യൂസ് ചെയ്യാം. കാരണം ലഗേജ് ആയിട്ട് നടക്കുക ഇവിടെ എളുപ്പമല്ല. 700 രൂപ സംതിങ് ഉണ്ടെന്നാട്ടോ പറഞ്ഞു. അത്രയും പേ ചെയ്യാൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചെക്കൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ചെക്കൻ കയറി. ചിലപ്പോ ഡ്രൈവർ ആവട്ടോ, അതും ആവാം. ഡ്രൈവർ കണ്ട അപ്പൊ 2 പേരുണ്ട്. ഡ്രൈവറാ. അയ്യോ, എന്റെ ബാക്കിൽ നിന്ന് മാറിക്കോട്ടെ. അയ്യോ, ഇതാണ് കുതിര. 10 അടിയുണ്ട്. അല്ല, പല സൈസുള്ള കുതിരകളുണ്ട്. ഇതൊക്കെ ചെറുതാ. ഗൈസ്, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂംസ് ആണെന്ന് തോന്നുന്നു. അതെന്താ ആർക്കറിയാം? ഗൈസ്, ഇയാൾക്കൊന്നും അറിയില്ല. ഗൈസ്, ആൾക്കൊന്നും അറിയില്ല. ആള് ആദ്യമായിട്ടാണ് വരുന്നത്. ഗൂഗിളിൽ നോക്കി പഠിച്ചിട്ടില്ല നേരത്തെ എല്ലാം പറഞ്ഞ്.
എന്താ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇവിടെ ഇടുന്നത് അതന്നെ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ ഇത് എന്താ പറഞ്ഞേ പ്ലാസ്റ്റിക് വസ്തുക്കള് ഇവിടെ ഇടുന്നത് അതന്നെ മനസ്സിലായില്ലേ? അപ്പൊ റെഡി വേണ്ടെന്ന് ഗൈസ്. അപ്പൊ നമ്മള് ബോർഡിലേക്ക് എത്തി. സെൻട്രൽ റെയിൽവേ. എല്ലാവരും ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വേസ്റ്റ് ആണ്, കാരണം ഇതിനായിട്ട് നല്ല സ്പോട്ടുകൾ ഇനിയും വരാനുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഓർക്കറിയില്ല ആ ബോർഡ് ഫോട്ടോ എടുക്കണ്ട്. പിന്നെ നല്ല വേസ്റ്റ് തന്നെയാണ് അത്. ഇനിയുണ്ട് ഫോട്ടോ എടുക്കണ്ടേ എടുക്കണം തീർച്ചയായും. കുതിരകൾ കഴിയുന്നില്ല, ആർക്കും വേണ്ടാതെ കുറെ കുതിരകൾ കെട്ടിട്ടിരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് മത്തേരാന്റെ വെൽക്കം ബോർഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ കേട്ടോ. നമ്മുടെ ടോയ് ട്രെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നാട്ടോ. ഇത്രയും കാലം മത്തേരാൻ നോ വെഹിക്കിൾ സോൺ ആയിരുന്നു. ബട്ട് ഇപ്പൊ ഇലക്ട്രിക് ഓട്ടോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇത് പണ്ടത്തെ പോലെ അല്ല, സ്റ്റിൽ കുതിരയും ആൾക്കാർ പോകണ്ടിട്ടോ. ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. കുരങ്ങന്മാരുണ്ട് ഇതുപോലത്തെ കവറായിട്ട് വരുന്നത് സൂക്ഷിക്കുക, അവർക്ക് അടിച്ചു പറിക്കും. അതിന്റെ ഒരു പീസ് അവിടെ കിടക്കുന്നുണ്ട്. വേമ്പ പേടിക്കണ്ട. ഇപ്പോ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. എപ്പോൾ ട്രെയിൻ വരുന്നൊന്നും നമുക്കൊരു പിടുത്തല്ല. ട്രെയിൻ വരാറുണ്ടോന്ന് പോലും ഒരു പിടുത്തല്ല, കാരണം ട്രാക്കിലൊക്കെ ചെടികളുണ്ട്, തുരുമ്പും ചെടികളുമാണ്. അപ്പോ ട്രെയിൻ വരാറുണ്ടോന്ന് അറിയില്ല. വരും, വരാണ്ടിരിക്കില്ല. അല്ല നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആലോ. പിന്നെ ഇവിടെ ആൾക്കാർ ലഗേജ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോ അടുത്ത ഷോപ്പിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ആവാം. സോ നമ്മൾക്ക് ട്രെയിൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളൂ ട്രെയിൻ സർവീസ്. 4 മാസം കഴിഞ്ഞാൽ മാത്രമേ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രാക്കിൽ കൂടി നടക്കണേ. സംഭവം അടിപൊളിയാണ്. ബാഗ് ഇട്ട് നടക്കാൻ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കൊള്ളാം. ഇത്ര വലിയ ബാഗ് എടുത്തതിൽ റിഗ്രറ്റ് ചെയ്യണ്ടോ? ചെറുതായിട്ട്. ഇപ്പൊ വരുന്നവർ മാക്സിമം ലഗേജ് കുറയ്ക്കാൻ ശ്രമിക്കുക, അല്ലേ? അതെ 2 വട്ടം. ഒരു ഷർട്ട് 2 പാന്റ്, 2 ഷർട്ട് 1 പാന്റ്, അതിലൊതുക്കാൻ നോക്കും. അതും എന്നിട്ട് 6 ദിവസം നിന്നിട്ട് തിരികെ പോവാം. അതിലധികം ദിവസം ഒരു 4 പേര് ഒരു 3 ദിവസത്തേക്ക് നിൽക്കാൻ വരികയാണെങ്കിൽ ഒരു 4 പേര് ആയിട്ടുള്ള ഡ്രസ്സുമായിട്ട് വരിക. ഷൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു പെയർ മാത്രം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അതിലധികം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലഗേജ് കുറയ്ക്കുന്നതനുസരിച്ച് നിങ്ങളുടെ എഫേർട്ട് കുറച്ചുകൂടെ ഈസിയാവും. കാരണം എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ഗൈസ്. കണ്ടാ, നേരെ ഇങ്ങോട്ട് വരാവുള്ളൂ, വേറെ വഴി പോയിട്ട് ഇങ്ങോട്ട് വരരുത്. ഓക്കെ, നേരെ ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് മാത്രം വരിക. അതിനാണ് താഴെ നേരൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുള്ളത്. കൊള്ളാലേ വഴിയൊക്കെ. സംഭവം കളറാണ് ഗൈസ്. നമ്മൾ പോണ വഴിയൊക്കെ അടിപൊളി കേട്ടോ. അടിപൊളി റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ട്. ട്രെയിൻ സർവീസ് ഉണ്ടാവണമെങ്കിൽ ഒന്നുകൂടി പൊളിച്ചേനെ. ബട്ട് നമുക്ക് ഇല്ലാത്ത കാരണം നമുക്ക് നടക്കാം. ഒരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. വഴിയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെയുണ്ട്? പൊള്ളിയല്ലേ, പൊള്ളി സൂപ്പർ വൈബ്. കോട ലൈവ് കോട. എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയില്ല, കോട കയറിക്കൊണ്ടിരിക്കുന്നു. ഉറക്കനെ പറ. 2 കോടയാണ്. 2 കോട. അത് ഒരു കോട വെയിലത്ത് വരുന്ന കോട, മഞ്ഞിൽ വരുന്ന കോട. കോട ഇട്ട് അത് മാറ്റി നമുക്ക് കുടിക്കാൻ പറ്റും. നമുക്ക് കുരങ്ങൻ വന്നിട്ട് ടെസ്റ്റ് ചെയ്തു. പൊത്താക്കി ആണെന്ന് കുരങ്ങനെ അറിയില്ലേ, പാവം കുരങ്ങ് പറ്റിച്ചു കിട്ടും അതിനെ. പിന്നോട്ടില്ല. ഫുൾ കോട. ഇതൊക്കെ ലൈഫിൽ ഒരു വട്ടെങ്കിലും വന്ന എക്സ്പീരിയൻസ് കേട്ടോ. മീൻസ് കോട വിടാൻ മാത്രമല്ല, ബട്ട് ഇങ്ങനത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ട്രാഫിലൂടെ നടന്ന് ഇത്ര ദൂരം മേലേക്ക് വന്ന് മേലെ കണ്ടോ, അതൊരു റിസ്ക്കാണ്. വേണ്ട, പരിചയമില്ലാത്ത ആൾക്കാരുടെ ട്രിപ്പ്. പരിചയമില്ലാത്ത പലരും നമ്മൾ ഇന്നും പരിചയക്കാരായി, ഫ്രണ്ട്സായി. അല്ല പിന്നെ കേരളത്തിന്റെ ഏതോ ഒരു മുക്കിന്നും. ഓക്കെ, ബാക്കിയുള്ളത് വരട്ടെ, ഒരുമിച്ച് പോകാന്നാണ് പറയണത്. മാസ്റ്റർ വോക്കാണ് നമ്മൾ കാണുന്നത്.
ഇവിടെ പാട്ട് വെക്കാൻ പറ്റും, പാട്ട് വെക്കാൻ. ഫോട്ടോസ് ടേക്കിംഗ് ഗൈസ്. അച്ഛനെ എന്താണ് ഞാൻ ഈ വീഡിയോ ആ സമയത്ത് കിട്ടാറില്ലേ? ബാഗ് ഇട്ടിടാം. ടീംസ് ഒക്കെ നല്ല സ്ലോ ആലോ. വേമ്പാ ഓടിയോ ഗൈസ്. മലയാളി ടീംസിനായിട്ട് പരിചയപ്പെട്ടു. ഹായ്, നാട്ടിലെവിടെയാ? നാട്ടിലെ കോഴിക്കോട്. കോഴിക്കോട്. സെയിം ടീം എല്ലാരും? ഓക്കെ. നമ്മളൊന്നും ഇംഗ്ലീഷ് ചെക്കാക്കില്ല, നിങ്ങൾ ഇംഗ്ലീഷ് ചെക്കാക്കരുത്. അതാരെന്ന് അറിഞ്ഞൂടെ, പക്ഷെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ. നമ്മുടെ വീഡിയോ എത്ര പെർഫെക്റ്റ് ഇല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി പറയണം കേട്ടോ. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് പിന്നാലെ വരുന്നുണ്ട്. അതിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പോണം. അപ്പൊ അത് കാണാൻ വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.